ചേട്ടാ, EP ജയരാജനെ കുറിച്ച് കേരളത്തിൽ അങ്ങനെ വലിയ അറിവൊന്നുമില്ലായിരുന്നു, എവിടെ പോയി എന്ന്. ഇപ്പോ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകർ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇവിടെയൊക്കെ തന്നെയുണ്ട്, പാറിപ്പറന്ന് നടക്കുകയാണ്, സീറ്റ് കിട്ടാത്തതിൽ വിഷമമൊന്നുമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തില് ഇവർക്കെല്ലാം ഒരു അസംതൃപ്തി ഇല്ലേ യഥാർത്ഥത്തില്? രാവിലെ നമ്മൾ കണ്ണൂർ ഘടകത്തിലെ ഈ കണ്ട അസംതൃപ്തിയൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ കുഞ്ഞുകൃഷ്ണൻ ചേട്ടൻ പയ്യന്നൂരും അതിനുശേഷം ഈ ടി കെ ഗോവിന്ദൻ ഒക്കെ പുറത്തു പറയുന്നില്ലേ, ഇവരുടെ അസംതൃപ്തി തന്നെയാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെറും സ്ഥാനമോഹം മാത്രമല്ല, സംഘടനാ തലത്തിൽ EP ജയരാജൻ എവിടെ നിൽക്കേണ്ട ആളാണ്. സത്യത്തിൽ EP ആണ് ഈ പാർട്ടിയുടെ സെക്രട്ടറി ആവേണ്ടത്. പാർട്ടി സെക്രട്ടറി ആവാൻ കോടിയേരിക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ EPക്ക് അതിനുള്ള സർവ്വ യോഗ്യതയുണ്ടായിരുന്നു. നമ്മൾ കെ സുധാകരന്റെ കഥ പറയുന്നത് പോലെ കെ സുധാകരനും പിണറായി വിജയനും അല്ല തണ്ടികൾ, കെ സുധാകരനും EP ജയരാജനുമാണ് തണ്ടികൾ. കണ്ണൂരിൽ ഒരേ ഗോതയിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് EPയും സുധാകരനുമാണ്, ഏതാണ്ട് ഒരേ പ്രായക്കാരുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന EP ഇപ്പൊ പറയുന്നത് തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായിക്ക് ലഭിച്ചതുപോലുള്ള ഇളവുകൾ ഒന്നും വേണ്ട എന്നാണ്. എനിക്ക് ആരുടെ പരിഗണനയുടെ ആവശ്യവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കീഴടങ്ങലല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞുപോലെന്ന് പറഞ്ഞൂടെ? അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ പരിഗണിക്കേണ്ടതായിരുന്നു പാർട്ടി. കാരണം ഇത്രയും വർഷമായിട്ടും അധികാരത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ EP ജയരാജനെ പാർട്ടി പരിഗണിക്കേണ്ടതായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്നു. ഒരു ടൈമിൽ ഈ പറയുന്ന ചില കാരണങ്ങൾ കൊണ്ട്, സ്വജനപക്ഷപാതം കൊണ്ട് സ്ഥാനം പോയി, പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തി. ശരിയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കേട്ട ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ബിസിനസിന്റെ പാർട്ണറാണ് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹവും. പിന്നീട് നമ്മൾ അറിയുന്നത് അദ്ദേഹം BJPയിലേക്ക് പോകാൻ ശ്രമം നടത്തി എന്നുള്ള വാർത്തകളും വരുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ ആ വിവാദം അറിയാമല്ലോ. അദ്ദേഹം ഇട്ട പേര് കട്ടൻചായയും പരിപ്പോടെയെന്ന് തന്നെയായിരുന്നു. അതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ടായിരുന്നു. അതൊരു വെൽ ട്രാപ്ഡ് ആയിരുന്നു. ഈ സാധനം അതിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ അന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്താണെന്ന് തോന്നുന്നു അത് വെളിയിൽ വന്നത്. സത്യത്തിൽ അത് EP പുറത്ത് ഇറക്കിയിരുന്നുണ്ടെങ്കിൽ പല ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും പുറത്ത് വന്നേനെ. അത് പാർട്ടി ദേശാഭിമാനിയിലെ ഒരു അസോസിയേറ്റ് എഡിറ്റർ കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി എഴുതുക ചെയ്ത് കൂലി എഴുത്താം. അപ്പൊ അങ്ങനെ അത് പുറത്ത് ആ പാർട്ടിക്കാരൻ തന്നെയാണ് അത് പുറത്ത് വിട്ടത്. എന്നിട്ട് അതിന്റെ DC-യിൽ നിന്ന് അത് പോയി മാതൃഭൂമിയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. സത്യത്തിൽ EP-യെ അന്ന് മുതൽ ഒതുക്കുകയായിരുന്നു. EP-യെ അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയുമെന്നൊരു സ്റ്റേജ് വന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെ ഒഴിവാക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ EP ജയരാജനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു P ജയരാജൻ. എവിടെ പോയി P ജയരാജൻ? ഇന്ന് കണ്ണൂരിൽ നിന്ന് ജയരാജന്മാരെല്ലാം അപ്രത്യക്ഷമാണ്, ആരുമില്ല. FV ജയരാജനില്ല, P ജയരാജനില്ല, EP ജയരാജനില്ല. EP ജയരാജനും ഗോവിന്ദനും തമ്മിൽ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അത് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഒരിക്കലും അംഗീകരിക്കില്ല, EP ജയരാജൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഈ ഗോവിന്ദൻ. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഗോവിന്ദൻ മാറേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടി തീരുമാനമെടുത്ത് ഗോവിന്ദനെ മാറ്റുമെന്ന് വരെ ചർച്ചയുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഒരു മുറുമുറുപ്പ് തുടങ്ങിയത്. പിന്നീട് ആളുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. രാഹുൽ ചിന്തിച്ചു നോക്ക്, ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. കൊല്ലത്ത്, കരുനാഗപ്പള്ളിയിൽ, പാലക്കാട് ഒക്കെ ഈ പാർട്ടിയുടെ കമ്മിറ്റി പേരിക്കുന്ന അഡ്ഹോ കമ്മിറ്റിയാണ്. നിങ്ങൾ കരുനാഗപ്പള്ളി ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ വസന്തൻ എന്ന് പറയുന്ന ഒരു നേതാവും സൂസൻ ബോഡി എന്ന് പറയുന്ന മറ്റൊരു വനിതാ നേതാവുണ്ട്. ഇവർ രണ്ടും തമ്മിലുള്ള പ്രശ്നത്തിൽ വേറൊരു അഡ്ഹോ കമ്മിറ്റിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എത്ര അഡ്ഹോ കമ്മിറ്റി ഉണ്ട് അല്ലെ? പിണറായി വിജയന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിന്നെയും കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പൊ എന്താണ് ഈ കാണുന്ന PK? ഇതിനകത്തെല്ലാം ഉള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഗോവിന്ദ മാഷിന്റെ ചിരിയാണ്. ഇപ്പൊ സുധാകരൻ പോയത് എന്തിനാണ്? ഗോവിന്ദ മാഷിന്റെ ചിരി കാരണമാണ്. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഐഷ പൂറ്റി പോയത് എന്തുകൊണ്ടാണ്? ഈ സുധാകരന്റെ ഒക്കെ ചിരി കാരണമാണ്. ഗോവിന്ദന്റെ ചിരി കാരണമാണ്. കണ്ണൂര് നമ്മുടെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പോയത് എന്തിനാണ്? ഇദ്ദേഹത്തിന്റെ ഒരു ചിരി കാരണമാണ്. അതേപോലെ തന്നെ TK ഗോവിന്ദൻ പോയത് അതും ഈ ഗോവിന്ദ മാഷിന്റെ ചിരി കാരണമാണ്. ഗോവിന്ദ മാഷിന്റെ ചിരി എന്ന് മാത്രമല്ല, അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ട് കഴിയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും കുടുംബ സ്വത്തല്ല. അല്ല, ഒരു ചിരി കാരണം പാർട്ടി മുഴുവൻ പിളർപ്പിലേക്ക് പോയത് എനിക്ക് തോന്നുന്നു ഗോവിന്ദ മാഷിന്റെ ചിരി കൊണ്ട് തന്നെയാണ്. അല്ല, അത് പിളർപ്പിലേക്ക് പോയി എന്നുള്ളത് ആ ചിരി എന്ന് പറയുന്നതിൽ അത് ഇപ്പോൾ സുധാകരൻ പറയുന്നുണ്ട്. എന്നെ ചെറ്റ എന്ന് വിളിച്ചതും അല്ലെങ്കിൽ എന്നെ ഈ പറഞ്ഞ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നതും ആ ചിരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിരി എത്രയോ ചെറുതാണെന്ന് ഈ പറയുന്ന സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ ആശയവും
പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറച്ചിലിൽ മാത്രവും മൊത്തത്തിൽ കച്ചവടം അതിന്റെ വിഷയമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘടനാ തലത്തിൽ നോക്കിയിരുന്ന അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് അറിയാമോ? കരുനാഗപ്പള്ളിയിലെ എൻ്റെ അടുത്ത് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നോട് പറഞ്ഞത്, പിണറായി ആയിരുന്ന സമയത്ത് സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൃത്യമായി ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് കേൾക്കുമായിരുന്നു. ബ്രാഞ്ചാണല്ലോ ഏറ്റവും താഴെ, അത് കേൾക്കുമായിരുന്നു, അതിനൊരു പരിഹാരം അദ്ദേഹം ചെയ്യുമായിരുന്നു. അതിനുശേഷം കൊടിയേരി വന്നപ്പോൾ കൊടിയേരി അത് ചെയ്യുമായിരുന്നു. ഇപ്പൊ ശശി പുറത്തു പോയപ്പോൾ ശശി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നില്ലേ, കൊടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവൂലായിരുന്നു. അപ്പൊ ഈ സംഘടന പോയി, ഈ സംഘടന തീർത്തും പോയി. അപ്പൊ നമ്മൾ ജയരാജനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് പോകുമ്പോൾ പി ജയരാജന്റെ കരിയർ കഴിഞ്ഞു. അല്ല, അദ്ദേഹത്തിന് തന്നെ ഇപ്പോ അദ്ദേഹം ഞാനിങ്ങനെ പറന്ന് നടക്കും എന്ന് പറയുന്നത് ഞാൻ ഇ പിയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, പി ജയരാജന്റെ കാര്യം അതും കഴിഞ്ഞു. പി ജയരാജനും കഴിഞ്ഞു. പി ജയരാജനെ രാഹുൽ എനിക്കുള്ള കേട്ടറിവാണ്. അതായത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ 1-2 പഴയ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് MBR പാർട്ടി വിട്ടു പോയൊരു ബദൽ രേഖയുടെ കാലത്ത് പാർട്ടി വിട്ടു പോയപ്പോൾ അന്ന് ഇവരെല്ലാം ഈ ഗോവിന്ദൻ, EP ജയരാജൻ, പിന്നെ പി ജയരാജൻ, ഇവരെല്ലാം പാർട്ടി വിട്ട് MBRനോടൊപ്പം പോകാൻ പോയവരാണ്. അവരെല്ലാം തിരിച്ച് വിളിച്ചു കൊണ്ടുവന്ന ആള് ഈ പിണറായി വിജയനാണ്. ഇവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തു. ഈ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും പാർട്ടിയെ അന്ന് ആ പോയവരെ തിരിച്ചു കൊണ്ടുവന്നൊരു പങ്ക് പിണറായിക്കുണ്ട്. പിണറായി ഇന്നും അടുത്ത 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 10 കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്ന ആളെന്നാണ് പറയുന്നത്. ഇന്നലെ ജ്യോതിർഘോഷ് സാർ ഇവിടെ സംസാരിക്കാൻ വന്നപ്പോൾ സാർ പറയുന്നറിയോ, ഈ G സുധാകരനെതിരെ ഈ ചെറ്റപ്രയോഗം എന്ന് പറഞ്ഞില്ലേ, അതൊന്നും ഒരിക്കലും അറിയാതെ പറഞ്ഞതല്ല. പിണറായി പറയുന്നത് ഒന്നും ബോധമില്ലാതെ പറയുന്നതല്ല എന്നാണ് സാർ പറയുന്നത്. കൃത്യമായ പ്ലാനോടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഒന്നുകൂടെ പറയാം, TP വധം മുതൽ ഇങ്ങേയറ്റം ഇവിടുത്തെ പല കാര്യങ്ങളിലും പിണറായി എന്ന് പറയുന്ന നേതാവ് ഉണ്ടോ ഇല്ലയോ നമുക്ക് വ്യക്തമല്ലല്ലോ. അതെ, വലിയൊരു ഫാക്ടറാണ്. നമുക്കത് അറിയില്ല, എന്നാൽ ഉണ്ട്, ഇല്ലേ ഇല്ല. അത് അയാളുടെ കഴിവാണ്. അതെ, പിണറായി വിജയന്റെ കഴിവാണ്. ഇപ്പൊ തലശ്ശേരി കലാപമാണ് അദ്ദേഹം വലിയ നേതാവായെന്ന് പറയുന്നു. തലശ്ശേരി കലാപത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? തലശ്ശേരി കലാപം ഒരു വർഗീയ കലാപമായിരുന്നു. അതിലൊക്കെ ഇന്നും ആ കൊലപാതക കേസിലെ വാടിക്കൽ രാമേശ്വരം കൊലക്കേസിലെ പ്രതിയാണ് ഈ വിദ്വാൻ എന്നുള്ള കാര്യം അറിയാവുന്നുള്ളത് ആർക്കൊക്കെയാണ്? നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അത് അറിയായിരുന്നു അല്ലേ? അതെ. അങ്ങനെ അല്ല, സ്വാഭാവികമായിട്ടും RM രവി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അദ്ദേഹം ഇപ്പം BJPക്ക് ഒപ്പം നിൽക്കുകയാണ്. ബംഗാളിൽ അദ്ദേഹത്തിന് ഗവർണറായിട്ട് RM രവിയിലെ പോയിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ അതറിയാം. അപ്പോൾ സത്യത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ EP പറഞ്ഞതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അല്ല, അതിനകത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോയിലായിരിക്കും പാറിപ്പറന്ന് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. EPയെ സംബന്ധിച്ച് EP ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. നേതാവാണ് കഴിഞ്ഞൊരു EP കണ്ണൂരുകാർക്ക് വളരെ വേണ്ടപ്പെട്ട. അതായത് അല്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതായത് അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ ഇടയിലൊക്കെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ച് ഒരു ശക്തനായ നേതാവ്. അത് കോർഡിനേറ്റ് ചെയ്തു പോവുക, അടിയിലുള്ള ആളുകളെ കേൾക്കുക. അതെ, ഈ താഴെത്തട്ടിലെ സഖാക്കളെ കൂടെ ചേർത്ത് നിർത്തുക. അത് കൊടിയേരിയുടെ ഒരു മികവ്. അതാണ് പാർട്ടി എന്ന് പറയുന്നത്. ഈ താഴെ തട്ടിലുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടി ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി തന്നെ. അല്ലാതെ നേതാക്കന്മാർ മാത്രമായി കഴിഞ്ഞാൽ പാർട്ടി ആവത്തില്ലല്ലോ. ഇവിടെ CPM-നെ സംബന്ധിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയാണ് അവർ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ബ്രാഞ്ച് കമ്മിറ്റി അവിടെ സ്ട്രോങ് അല്ലെങ്കിൽ ആ പാർട്ടി അവിടെ തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നത് 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും അത് ശക്തമാണോ? അവിടെ പാർട്ടിയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയെല്ലാം നിലനിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് EP ജയരാജനെ പോലുള്ള ആളുകളെ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് EPയുടെ ഈ വിഷയം വരുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒറ്റയ്ക്ക് BJPയുമായിട്ട് നടത്തിയ ഡീലുമായുള്ള പല ഡീലുകളും. അതെ, ഈ പറയുന്ന RSS ബാന്ധവം. ഇപ്പോൾ CJP എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മാധ്യമപ്രവർത്തകനായി കഴിഞ്ഞ ദിവസം സംസാരിച്ച് പറഞ്ഞ അമിത്ഷാ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പിണറായിക്ക് 10 സീറ്റ് ഞങ്ങൾക്ക് നിങ്ങൾ പിടിച്ചു തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും മക്കളും തയ്യാറായിക്കോ, അവിടെ തീഹാർ ജയിലിൽ കിടക്കാനായി. അല്ല, സ്വാഭാവികമായിട്ട് ഈ 10 സീറ്റ് പറയുമ്പോഴല്ലേ പല മണ്ഡലങ്ങളും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ്. അതായത് BJPക്ക് പിടിക്കാൻ കഴിയുന്ന വോട്ട് ബാങ്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ BDJS കൊടുത്തിരിക്കുന്നു, 2020 കൊടുത്തിരിക്കുന്നു. എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആ വോട്ടുകൾ പിന്നീട് അങ്ങോട്ട് പോകും, CPM-ലേക്ക് പോകും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വോട്ടുകളെല്ലാം CPM-ലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോ പാലക്കാടാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ്, അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലെ ഇപ്പോൾ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പൊ കേൾക്കുന്ന രാവിലെ. അതായത് കോൺഗ്രസിന് പിടിക്കാനുള്ള സീറ്റ് കൃത്യമായി പിടിച്ചാൽ ഒരു 65 സീറ്റ് വരെ കോൺഗ്രസ് പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ 1-2 മുതിർന്ന മാധ്യമപ്രവർത്തകരെ സംസാരിച്ച് പറയുന്നത്. CPM-ന് അത്ര പോലും സീറ്റ് കിട്ടില്ല. പക്ഷെ BJPക്ക് ചിലപ്പോൾ സീറ്റ് എണ്ണം കൂടിയാൽ BJPയുടെ പിന്താങ്ങലിൽ CPM തൂക്കുമന്ത്രിസഭ വരികയും അവിടെ BJP പുറകിൽ നിന്ന് പിന്താങ്ങും. അത് CPM-നെ പിന്താങ്ങുമെന്ന് ആലോചിച്ചു.
അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കോൺഗ്രസ് ശരിക്കും അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസ് CPM ഒരു പിന്താങ്ങൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും BJP ഒരു 5 പേരെങ്കിലും ജയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു നറേറ്റീവ് അനുസരിച്ചാണെങ്കിൽ BJP-യിൽ നിന്ന് 3 to 5 വരെ ആളുകൾ ജയിക്കുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട്. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഈ അണ്ടർസ്റ്റാൻഡിങ് പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് ആര് വരണം ആര് വരണ്ട. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു തോന്നലാണ്. നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കണ്ടതാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും, CPM-ന്റെ ഭരണം മോശമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഒറ്റ രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ വിജയിപ്പിച്ചു വിടുന്ന ഒരു രീതിയിലേക്ക് ഒരു കരുതലാണ് ജനം നോക്കുന്നത്. പൊതുവിൽ നമ്മുടെ ജനം നോക്കുന്ന ഒരു കരുതലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ വലിയൊരു തേരോട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു തൂക്കു മന്ത്രിസഭ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP-യുമായി ലയിച്ച് ഭരിക്കുന്ന ഒരു സാഹചര്യം. പിന്താങ്ങൽ BJP പുറത്തുനിന്ന് പിന്താങ്ങി CPM-ന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ അധികാരത്തിൽ ഈ അധികാരം അപ്പൊ ചിലപ്പോ അപ്പൊ ലീഗ് എന്ത് ചെയ്യും, അതൊരു വിഷയം വരും. ഏതായാലും ഒരു അട്ടർ കൺഫ്യൂഷൻ തന്നെ വരും. കാര്യം എന്ന് വെച്ചാൽ ഈ രീതിയിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ രീതിയിലാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ചിത്രമായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഇത്രയും വർഷങ്ങളായിട്ടില്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്ക്. CC മുകുന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ BJP-യിൽ പോയി അഭയം തേടി അവിടെ മത്സരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് എത്ര പേരാണ് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്നത്? ഇന്ന് വരെ കോൺഗ്രസിൽ നിന്ന് ചാടി വന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അറിവിൽ ലോനപ്പൻ നമ്പാടൻ, രാഹുലിനെ വായിച്ചറിവുകയാണ്, ലോനപ്പൻ നമ്പാടൻ ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരു നിയമസഭാ സമ്മേളനത്തില് അവിശ്വാസ പ്രമേയത്തിൽ മാറി വോട്ട് ചെയ്ത ആളാണ് ഈ ലോനപ്പൻ നമ്പാടൻ. അങ്ങനെയാണ് നമ്പാടനെ കൊണ്ടുവരുന്നത്. നമ്പാടൻ അവസാനം വരെ ഇവരോട് ഉണ്ടായിരുന്നു. പിന്നെ ഹംസ, TK ഹംസ എന്ന മലപ്പുറത്തുകാരൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അവരെല്ലാം അദ്ദേഹത്തിനെ അന്നും കൊണ്ടുപോയി. അപ്പൊ ഇവിടെ അന്ന് കോൺഗ്രസ് നിന്ന് ചാടി CPM സംരക്ഷിച്ച് CPM കൊണ്ടുവന്ന നേതാക്കളാണ്. ഇന്നിപ്പോ കോൺഗ്രസ് CPM ചാടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ചു. അപ്പൊ CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം EP ജയരാജൻ BJP-യിലേക്ക് പോകാൻ പോയതാന്ന്. ഈ ശോഭ ആ ഇന്റർമീഡിയറ്റ് ചർച്ചകൾ പങ്കെടുത്താണെന്ന് അതില്ലെന്ന് ഒരിക്കലും പറയില്ല. അവരുടെ അത് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അപ്പൊ ഒരു വേള ആ അദ്ദേഹത്തിന്റെ പുസ്തകം കട്ടൻ ചായയും പരിപ്പോടെ എന്ന പുസ്തകം ഇറങ്ങിയിരുന്നെങ്കിൽ അത് ആരാ തടയിട്ടത്? അവിടെയും തടയിട്ടത് പിണറായി വിജയന്റെ ബുദ്ധിയായിരുന്നു. അല്ല, എന്നാണെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയം വ്യത്യസ്ത ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ ഭാവി എന്തെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കുന്നു. MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ പിണറായി വിജയൻ അഥവാ ജയിക്കും, അദ്ദേഹം ജയിച്ചാലും ഭരണത്തിൽ വന്നാലും പിണറായി വിജയന് VS-ന് കൊടുത്തതുപോലെ ഒരു കമ്മീഷൻ, എന്തോ അദ്ദേഹത്തിന് ഒരു താൽക്കാലിക പദവികൾ, എന്തോ ഭരണപരിഷ്കരണ കമ്മീഷന്റെ തലപ്പത്തോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിരുത്തി VS-നോട് കാണിച്ച അതേ രീതി. കാര്യം ഈ ബേബിയും ഗോവിന്ദനും കൂടെ ഒരു സ്ട്രാറ്റജി തയ്യാറായിക്കൊണ്ട് വരികയാണെന്ന് പറയാം. ബേബി സൈലന്റ് ആണെങ്കിലും ബേബി എന്തോ ഒരു പണി ഒരുക്കുന്നുണ്ടോ എന്നാണ് ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത്. എന്താണെങ്കിലും ഏതായാലും CPM-ന്റെ കാര്യത്തിൽ ഇതൊരു വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും.